ഹരേ ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം, എല്ലാ നന്മകളും ഉണ്ടാകണം. എല്ലാ മക്കളെയും ഈശ്വരനിൽ അർപ്പിക്കുന്നു. നന്മയും ശാന്തിയും സമാധാനവും എല്ലാം ഭഗവാൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പ്രചേതാക്കളുടെ കാര്യമാണല്ലോ വായിച്ചുകൊണ്ടിരുന്നത്. ബർഹിസ് എന്ന് പറഞ്ഞ പ്രചേതാക്കളുടെ പിതാവായ ബർഹിസ് രാജാവിന് നാരദ മഹാമുനി തത്വോപദേശങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം വർദ്ധിച്ച് അങ്ങനെയാണ് പുരഞ്ജനോപാഖ്യാനം പറഞ്ഞു കൊടുത്തത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച്. അപ്പോൾ പ്രചേതാക്കൾ എന്ത് ചെയ്യുക? പടിഞ്ഞാറേ സമുദ്രതീരത്ത് പോയി രുദ്രഗീതമൊക്കെ പാടി സ്തുതിച്ചും ഭഗവാനിൽ ലയിച്ചും അനേക വത്സരങ്ങൾ ഇങ്ങനെ അവിടെ കഴിയുവാണ്. അപ്പോൾ രുദ്രഗീതം, ഭഗവാൻ ശിവനാണല്ലോ രുദ്രൻ. അപ്പോൾ രുദ്രൻ്റെ ഗീതം ഏതായാലും രുദ്രഗീതം തന്നെയാണ്. ശിവനെപ്പറ്റി പാടുന്നത് ശംഭോ ശിവ എന്നോ എന്തു ചെയ്താലും നമുക്കിന്ന് എൻ്റെ അച്ഛൻ്റെ വരികളും ടൂണുമായിട്ട് എൻ്റെ കുട്ടിനാൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ എന്നും ഭജനയ്ക്കൊക്കെ ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ നല്ല പ്രായത്തിലൊക്കെ ഞാൻ എന്നും ആ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ലോക ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നശിച്ചത്. കാരണം ആ പരമശിവൻ്റെ തൃക്കണ്ണ് കാമദഹന ലലാട നേത്ര, ലലാടമായിരിക്കുന്ന ആ നെറ്റിത്തടത്തിലെ ആ തൃക്കണ്ണ് സർവ്വപേർക്കും കാമത്തെ ദഹിപ്പിക്കും. അന്യായമായ കാമം, നമുക്ക് വേണ്ടാത്തതിനങ്ങ് അത്യാഗ്രഹം പാടില്ലല്ലോ. സാധാരണ ആഗ്രഹങ്ങളൊക്കെ സാരമില്ല, അതൊക്കെ ഒരു പരുവം വരെ നമുക്ക് വേണം. പിന്നെ അത് പോകെ എല്ലാം ഒന്നിലും എനിക്ക് ആഗ്രഹമില്ലാതെ വന്നപ്പോൾ അതുകൊണ്ടാവാം ഞാനിതൊക്കെ എന്നും ചൊല്ലുമായിരുന്നു. അത് നമുക്ക് രണ്ട് വരിയോ അത് മൊത്തത്തിലോ ചൊല്ലാം. കാരണം രുദ്രഗീതമാണല്ലോ ഇവിടെ പ്രചേതാക്കളും ചൊല്ലി ആനന്ദിക്കുന്നത്. എവിടെയാ? പടിഞ്ഞാറേ സമുദ്രതീരത്തിൽ. അവർ എല്ലാവരും അവിടെ ആണല്ലോ തപസ്, അത്രമാത്രം ഭഗവാനിൽ മുഴുകിയാണല്ലോ അവിടെ കഴിയുന്നത്. നമുക്കും അത് ചൊല്ലാം. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. സർവദേവസ്തോത്ര പൂജിത, സർവദേവസ്തോത്ര പൂജിത, സർപ്പഭൂഷണാലങ്കാര. സർവദേവസ്തോത്ര പൂജിത, സർപ്പഭൂഷണാലങ്കാര. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. കാമദഹനാലലാടനേത്ര, 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 കാരുണ്യകപാലപാത്ര. കാമദഹനാലലാടനേത്ര, കാരുണ്യകപാലപാത്ര, കാമദഹനാലലാടനേത്ര, കാരുണ്യകപാലപാത്ര, കാമദഹനാലലാടനേത്ര, കാരുണ്യകപാലപാത്ര. കാളകണ്ഠ കൈലാസവാസ, കാളകണ്ഠ കൈലാസവാസ, ഗൗരീകാന്ത പ്രിയ വിഭോ. കാളകണ്ഠ കൈലാസവാസ, ഗൗരീകാന്ത പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. ശംഭുനാമ 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 ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. നമ്മൾ
പ്രചേതാക്കളുടെ ശേഷം കഥ. ഇനി പ്രചേതാക്കൾ വീണ്ടും അവർ അവിടെ തന്നെയാണല്ലോ, ആ സമുദ്രതീരത്ത് തന്നെയാണല്ലോ, അതിൻ്റെ ബാക്കി. കാരണം ഇവിടെ നമ്മൾ ഇന്നലെ എന്താ വായിച്ചത്? നമ്മൾ അന്യോന്യം ഉൾസ്മൃതി ചേർന്ന് രമിക്കയാൽ അന്യജന്മേ പകർന്നുത്ഭവിച്ചിടിനാർ. വന്നതതിങ്കൽ മരിക്കുമ്പൊഴുത് താനൊന്ന് എന്തു ചിന്തിച്ചതങ്ങതായതേ വരൂ. മരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും പിന്നെ അടുത്ത ജന്മത്തിലേക്ക്. വന്നതതിങ്കൽ മരിക്കുമ്പൊഴുത് താൻ ഒന്ന് എന്ത് ചിന്തിച്ചതങ്ങായതേ വരൂ. പിന്നെ എന്നുള്ളതിനാൽ അനിശം ഹൃദി നിർണയിക്കേണം ഭഗവൽ പദാംബുജം തന്നിലേ ഭക്തി. എന്നാൽ അതിങ്കൽ ഗതി വന്നു കൂടിയിടും എന്നൊന്ന് സിദ്ധാന്തവും നന്നായതിനു കർമാധീനം എന്നിയേ തന്നിൽ ഊന്നിടുകയില്ല, അതു നിർണയം. അങ്ങനെ ഭഗവത് ഭക്തി നമ്മൾ വരുമ്പോൾ കർമ്മങ്ങളുടെ ഒന്നു തന്നെ നമ്മൾ ഊന്നുകയില്ല എന്നതിനാലും ഭഗവൽ പദസ്മൃതി തന്നെ മനസ്സാവിശീലിക്ക വേണ്ടതും. പുണ്യപാപങ്ങൾ ഒഴിഞ്ഞ് അഖിലേശ്വരൻ തന്നനുകൂലമുണ്ടായി വരുവോളവും കാലമെന്നേവം ഭവാബ്ധി തരണൈക മൂലഭക്തി പ്രവിസ്താര ഭേദങ്ങളെ മോദാൽ അരുൾ ചെയ്തു. തത്വാർത്ഥബോധവും മേദിനീശന്നു നന്നായി ഉറപ്പിച്ചുടൻ നാരദൻ താൻ മറഞ്ഞാൻ. അങ്ങനെ ഈ മേദിനീശനാര ബർഹസ്, പ്രചേതാക്കളുടെ പിതാവ്, രാജാവ്, അദ്ദേഹത്തിന് ഇതെല്ലാം മോദാൽ അരുൾ ചെയ്ത് തത്വാർത്ഥബോധമൊക്കെ മേദിനീശൻ എന്ന് വെച്ചാൽ ബർഹസ്, മേദിനി ഭൂമിയുടെ ഈശൻ, അതായത് രാജാവ്. എല്ലാം എങ്ങനെയാ? ഭഗവാനിൽ ലയിക്കുമ്പോൾ ഭഗവാന്റെ അനുകൂലം ഉണ്ടാകുമ്പോൾ ഭവാബ്ധി തരണൈക മൂലഭക്തി. അത് ഭവാബ്ധി, അത് ഈ സംസാര സാഗരമാണ്. അബ്ധി അങ്ങനെയുള്ള സമുദ്രത്തിൽ തരണം ചെയ്യും. അങ്ങനെല്ലാം തരണം ചെയ്ത് മൂലഭക്തി പ്രവിസ്താര ഭേദങ്ങളെ മോദാൽ അരുൾ ചെയ്തു. ഈ തത്വാർത്ഥ ബോധമൊക്കെ അങ്ങനെ ഈ പ്രചേതാക്കളുടെ പിതാവായ ബർഹസിന് നാരദ മഹാമുനി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ലോകത്തിലുള്ള ചിന്തകളത ഭവ അബ്ധി ദുരിതാബ്ധി അങ്ങനെ സമുദ്രത്തിൽ നിന്നല്ല കരകയറും. ഭഗവാന്റെ തോണിയിൽ കയറി, അതായത് ഭഗവാന്റെ ഈശ്വരനെ ആരാധിച്ച് പാദപങ്കജം നമ്മൾ എപ്പോഴും സ്മരിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ സമുദ്രമാകുന്ന ഈ അതായത് ദുരിതമാകുന്ന സമുദ്രത്തിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന് ഇവിടെ നന്നായി ഉറപ്പിച്ചു കൊടുത്തു. ആർക്കാണ്? ബർഹസിന്. ആരാണ് കൊടുത്തത്? നാരദൻ. അങ്ങനെ നാരദൻ താൻ മറഞ്ഞാൻ. അങ്ങനെ അദ്ദേഹം മറഞ്ഞു. പ്രചേതാക്കളും പാരാവാരെ മുഴുകിക്കിടന്ന അന്വഹം. അങ്ങനെ പ്രചേതാക്കളായ 10 മക്കളും പാരാവാരെ മുഴുകിക്കിടന്ന അന്വഹം രുദ്രഗീത പ്രയോഗത്താൽ സ്തുതിച്ചു. തൽഭക്തി കണ്ട 10,000 വത്സരാൽ പ്രത്യക്ഷനായി അഖിലേശ്വരനങ് അവർക്കൊത്ത വരങ്ങളെല്ലാം കൊടുത്തിടിനാൻ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ അനേക വത്സരം രുദ്രഗീതം പ്രയോഗിച്ചിട്ട് അവിടെ പാടി സ്തുതിച്ച് അവിടെ നന്നായി ഭഗവാനെ സ്മരിച്ച് കടന്നപ്പോൾ പ്രത്യക്ഷനായ ഭഗവാൻ അവിടെ അഖിലേശ്വരൻ അങ്ങ് അവർക്ക് എന്ത് കൊടുത്തു? ഒത്ത വരങ്ങളെല്ലാം കൊടുത്തു ഈ പ്രചേതാക്കൾക്ക്. നിത്യം ഉഷക്കാലം അപ്രചേതാക്കളെ സ്മൃത്വ വസിപ്പവർക്ക് അത്തലൊഴിഞ്ഞുടൻ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു ലോക പ്രസിദ്ധരായി വന്നുകൂടും ദൃഢം. അങ്ങനെ നിത്യവും ഇത് ഉഷക്കാലെ ആ പ്രചേതാക്കളെ സ്മൃത്വ ആരാണ് മനസ്സിൽ കഴിയുന്നത്, അവരെ ചിന്തിക്കുന്നത്, അത് നമ്മളും അതായത് ഈ രുദ്രഗീതങ്ങൾ പാടുകയും ഈ അവസ്ഥകളെല്ലാം നമ്മൾ ആരിത് ചിന്തിക്കുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ അവരും ഇതേ സൗഭാഗ്യം അവർക്കും വന്നുകൂടും, ലോകപ്രസിദ്ധരായി വന്നുകൂടും ദൃഢം. നമ്മളെ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി ഈ ഭാഗവതത്തിൽ എന്ത് നന്മകളായാലും അതെല്ലാം നമ്മൾ അനുകരിക്കുമ്പോൾ നമുക്കും അതുപോലെ ആകാം, ഈ പ്രചേതാക്കളെ പോലെ ആകാം. രുദ്രഗീത സ്തുതി ചെയ്യും അവർക്കും പുനരത്രൈവ തൽഫലം എത്തും അസംശയം. രുദ്രഗീതം ആര് സ്തുതിച്ചാലും അവർക്കും അതേ ഫലം എത്തും, ഒരു സംശയവുമില്ല. സംശയം ഒന്നും തന്നെ ഇല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ
അങ്ങ് പ്രചേതാക്കൾക്കു കീർത്തിയും ധന്യനായി ഏറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികെന്ന് സമ്മോദപൂർവം വരം കൊടുത്തു പരം. പിന്നെ പ്രചേതാക്കൾക്ക് എന്താ കീർത്തി കൊടുത്തത്? ഭഗവാൻ എന്താ അടുത്ത കൊടുത്തത്? ധന്യനായി ഏറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികെന്ന്. അപ്പോൾ ഈ പ്രചേതാക്കൾക്ക് കീർത്തിയും കൊടുത്ത് ഒരു പുത്രനെ, അതാണ് ധന്യനായി ഏറ്റവും പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിക്കണമെന്ന് സുഖമായി വരികെന്ന് സമ്മോദപൂർവ്വം വരം കൊടുത്തു പരം. അപ്പോൾ ഒരു കുടുംബം ആയെങ്കിലല്ലേ ഒരു പുത്രൻ ഉണ്ടാകത്തുള്ളു. അതിനും ഇനി പറയുന്നുണ്ട്. കണ്ടു മഹാമുനി തന്നുടെ പുത്രിയെ ചെന്നുടൻ വേട്ടുകൊൾകെന്നു അരുൾ ചെയ്താൻ. അപ്പോൾ കണ്ടു മഹാമുനി എന്ന് പറഞ്ഞൊരു മുനിയുണ്ട്. ആ മുനിയുടെ പുത്രിയെ ചെന്ന് ഉടൻ കല്യാണം കഴിക്കാനും കൂടെ ഭഗവാൻ അരുൾ ചെയ്തു. അപ്പോഴല്ലേ അവിടെ ഒരു പുത്രനും വരത്തുള്ളു. അപ്പോൾ അവിടെ ഭഗവാൻ എന്തൊക്കെ കൊടുത്ത്? ആ പ്രജകൾക്ക് കീർത്തിയും ധന്യനായി ഏറ്റവും ഒരു പ്രസിദ്ധനായ ഒരു പുത്രനെ കൊടുക്കുന്നു. അതാണ് അങ്ങനെ വരട്ടെ എന്നാണ് ഭഗവാനുടെ അനുഗ്രഹം കൊടുത്തത്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, കണ്ടു മഹാമുനിയുടെ പുത്രിയെ ചെന്നുടൻ വേട്ടുകൊള്ളുവെന്ന് അരുളും ചെയ്തു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു ഒരു പുത്രിയെ വേട്ടുകൊള്ളുവാൻ, കണ്ടു മഹാമുനിയുടെ പുത്രിയെ. എന്നിട്ടോ നല്ല പ്രസിദ്ധനായ ഒരു മകനും വരം കൊടുത്തു. തന്നീമണിയാം തരുണിയും പുത്രനും വന്നാൽ അതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തി ഉണ്ടായി വരികെന്ന് അനുഗ്രഹിച്ച്. അപ്പോൾ എന്തൊക്കെ പിന്നെ അനുഗ്രഹം കൊടുത്തു? ഈ തന്നീമണിയായ ഈ കണ്ടുമഹാമുനിയുടെ പുത്രിയെ കൊടുത്തിട്ട് ആ തന്നീമണിയെയും, തരുണിയാകുന്ന തന്നീമണിയാണ്, സുന്ദരിയാണ്, അദ്ദേഹത്തിന് ആ പുത്രിയെയും പുത്രനും അവർക്കുണ്ടാകുന്ന പുത്രനും വന്നാൽ അതിങ്കൽ, അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഇപ്പോൾ അവർ പ്രചേതാക്കളോടെ സമുദ്രത്തിൽ കഴിഞ്ഞുകൂടുവാണ്. പക്ഷേ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ വരം അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നു. ഇവിടെ നല്ലൊരു പുത്രിയെ, കണ്ടുമഹാമുനിയുടെ പുത്രിയെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. നല്ല പ്രസിദ്ധനായ ഒരു പുത്രനും കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്ന ഭഗവാൻ. അങ്ങനെ തന്നിമണിയാം തരുണിയും പുത്രനും വന്നാൽ അതിങ്കൽ, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് വേണം? ബന്ധം ഭവിയാതൊരു ഭക്തി ഉണ്ടായി വരികെന്ന കൊടുത്തേക്കെന്ന്. ബന്ധം എങ്ങനെ ഭവിയാതെ? മകനെ, ഭാര്യയെ എന്നും പറഞ്ഞ് ഇത്രയും വർഷങ്ങളോളം തപസ്സിന് സമുദ്രത്തിൽ മുഴുകിയിരിക്കുന്ന, രുദ്രഗീതം ചൊല്ലിയിരിക്കുന്ന ആ നന്നായിരിക്കുന്ന ആ സന്യാസിമാർക്ക് ഈ ഒരു വരം കൊടുക്കുമ്പോൾ പിന്നെ ഗൃഹസ്ഥാശ്രമം എന്നും പറഞ്ഞ് ഭാര്യയെ മോനെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അതേ ശ്രമം ഇരുന്നുകൂടാ. അവിടെ മമത പാടില്ല. ഒരു സന്യാസാശ്രമം തന്നെ ആയിരിക്കണം അവരുടെ ജീവിതം. അപ്പോൾ മകനൊക്കെ ഉണ്ട്, ഭാര്യയാട്ടൻ എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ആരെയാണ് മനസ്സിൽ കാണേണ്ടത്? ഭക്തി. അപ്പോൾ എന്ത് പറയുന്നു? വന്നാൽ തരുണിയും പുത്രനും വന്നാൽ അതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തി ഉണ്ടായി വരികെന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഭക്തി ഉണ്ടാകണം, ഭക്തി പോകരുത്. അവിടെ ബന്ധം ഭഗവാന് തന്നെ കൊടുക്കണം. എങ്ങനെയാണ് ഇപ്പം പ്രചേതാക്കൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ. അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് തീർത്ത് പറയാൻ പറ്റുന്നത് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കുടുംബമായിരുന്നു. എന്നും പൂജാകർമ്മങ്ങളും എപ്പോഴും പുഷ്പവും ചന്ദനവും ഭസ്മവുമായിട്ടുള്ളൊരു, എന്നും രാവിലെ പൂജയും നാമസ്തുതികളും ഇങ്ങനെയുള്ളൊരു ആശ്രമമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ വിവാഹം കഴിച്ചതുകൊണ്ട് അത് മുടങ്ങാൻ പറ്റുമോ? അവിടെ അതിന് ഇരട്ടിക്കാണ് ഞങ്ങളെ കൂടെ പിന്നെ അതൊക്കെ പഠിപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ആശ്രമമായി മാറണം. പൂജാ ദ്രവ്യങ്ങളായാലും എല്ലാം കർപ്പൂരവും ഒക്കെ കത്തിപ്പും എല്ലാം എന്തൊരു ആനന്ദമായൊരു. എന്നും എനിക്ക് ചാണക്കലിനകത്ത് ചന്ദനം അന്ന് അരയ്ക്കണം. കാരണം ചന്ദനക്കട്ടയല്ല, അവിടെ ചന്ദന തടി കൊണ്ട് അരയ്ക്കണം. എന്നും നെത്തിയാല അത് പൊട്ടൊന്നും ഇടാച്ച സമ്മതിക്കുകയില്ല. ചന്ദനം ഇടാനേ സമ്മതിക്കൂ. കരി കണ്ണിലെഴുതാനോ പൊട്ടിടാനോ സമ്മതിക്കുകയില്ല. കണ്ണാടി നോക്കാൻ സമ്മതിക്കത്തില്ല. കണ്ണാടി കാണുമ്പോളവും തന്നോടെ മുഖം ഏറ്റവും നന്നെന്ന് വിരൂപിക്കും. എത്രയും പിന്നെ വിരൂപന്മാർ നന്നെന്ന് നിരൂപിക്കും. വിരൂപന്മാരാണെന്നും പറഞ്ഞൊരു ഉദാഹരണമൊക്കെ ഇങ്ങനെ അച്ഛൻ പാടി കേൾപ്പിക്കും. ഒളിച്ചും പാത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കണ്ണാടി അച്ഛൻ അന്നേരം അത് മനസ്സിലാക്കും. നമ്മൾ അച്ഛൻ എവിടെയോ ഇരിക്കും, കണ്ണാടി എടുക്കുന്നു അച്ഛൻ കാണത്തില്ല. പക്ഷെ അച്ഛൻ ഗ്രഹിച്ച് മനസ്സിലാകും, ഉൾക്കണ്ണുകൊണ്ട് കാണും. അപ്പോഴേ ഈ പാട്ട് തുടങ്ങും. അപ്പോഴേക്ക് അച്ഛനെ എങ്ങനെ കണ്ടെന്നാണ്. അത്ര പിന്നെ ജ്ഞാനദൃഷ്ടിയായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു ആശ്രമമായിരിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. വന്നാൽ അതിങ്കൽ തരുണിയും പുത്രനും വന്നാൽ അതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തി ഉണ്ടായി വരിക എന്ന് അനുഗ്രഹിച്ചഗ്രേ ഭഗവാൻ മറഞ്ഞരുളേടിനാൻ. അങ്ങനെയെല്ലാം പറഞ്ഞ് വരമൊക്കെ കൊടുത്ത് ഭഗവാൻ മറഞ്ഞു. തത്ര ഭഗവൽ സ്തുതി ചെയ്തു ഭക്തി പൂണ്ടുത്തമന്മാരാം പ്രചേതാക്കൾ അഞ്ജസ
സമുദ്രാന്തരെ സമുദ്രാന്തരെ നിന്നു കരേറിനാർ. ഇതെല്ലാം ഭഗവാൻ വരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവര് എന്ത് ചെയ്തു? പ്രചേതാക്കൾ ഭഗവാൻ മറഞ്ഞു പോയി. അപ്പോൾ ഭഗവതെ സ്തുതി ചെയ്ത് ഭക്തി പൂണ്ട് ഉത്തമന്മാരായിരിക്കുന്ന പ്രചേതാക്കൾ സമുദ്രത്തിൽ നിന്നെല്ലാം കരയേറി, ഭൂമിയിലേക്ക് കരയേറി. അപ്പോഴെന്താ കാണുന്നത് അവിടെ? തൽസമയേ ബഹുസ്ഥാവരൗഖങ്ങളാൽ മൂടിക്കിടന്നൊരു ഭൂമിയെ കാണുകയാലൂടെ വളർന്ന കോപാൽ അവർ തൽക്ഷണേ പാവക വായുക്കളെ സൃജിച്ചാശു തൽസ്ഥാവരൗഖം ദഹിക്ക തുടങ്ങും വിധവും. അവർ കരയേറി നോക്കിയപ്പം എത്രയോ വർഷം കൊണ്ട് സമുദ്രത്തിലല്ലേ, അപ്പോൾ അവർ ഭൂമിയിലേക്ക് കരയേറിയപ്പോഴാണ് കാണുന്നത് അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. തടിയും അത് മരങ്ങളും ചെടികളും കാടുകളും വള്ളികളുമായിട്ട് ഇങ്ങനെ പടർന്ന് പൂങ്കാവനം പോലെ കിടക്കുന്നു. കര കാണാൻ വയ്യാതെ മൂടിക്കിടക്കുന്നു, ഭൂമി കാണാൻ വയ്യാതെ. അപ്പോൾ തത്സമയേ ബഹുസ്ഥാവരൗഖങ്ങളാൽ മൂടിക്കിടന്നൊരു ഭൂമിയെ കാണുകയാലൂടെ വളർന്ന കോപാലവർ തൽക്ഷണേ പാവകവായുക്കളെ സൃജിച്ചാശു തൽസ്ഥാവരൗഖം ദഹിക്കെ തുടങ്ങും വിധു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്ന്, വളർന്ന കോപം വന്നിട്ട് എന്ത് ചെയ്തു? പാവകൻ അഗ്നിയെയും വായുവിനെയും സൃജിച്ചു. അവർ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ അഗ്നി ഉണ്ടാവും, വായുവും വികസിക്കും. അപ്പോൾ എന്ത് വന്നു? അവിടെ മൊത്തം കത്തി നശിപ്പിക്കുന്നു. കാട് കൊണ്ട് സഹിക്കാൻ വയ്യാതെ, കാരണം അവരെത്രയോ വർഷം കൊണ്ട് കര കാണാതെ കിടക്കുമല്ലേ. അപ്പോൾ അവരങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഈ ഭൂമി മൊത്തം ഇങ്ങനെ കിടക്കുന്ന കാട് പിടിച്ച് അങ്ങനെ അവർ വായുവും അഗ്നിയും കൊണ്ട് അവിടെ ദഹിപ്പിച്ചു വിധു. അങ്ങനെ നിന്നപ്പോൾ കേവലം ബ്രഹ്മാവ് എഴുന്നള്ളി നിന്ന് അവർക്ക് ആവിരാനന്ദം വളർത്തരുളി ചെയ്തു. അങ്ങനെ ഇത് കണ്ട് സങ്കടപ്പെട്ട് ബ്രഹ്മാവ് ഓടി വന്നു. എന്താ? കാട് മൊത്തം നശിച്ച് മരങ്ങളൊക്കെ പോയാൽ മറ്റ് ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ജീവിക്കണ്ടേ. അതുകൊണ്ട് ബ്രഹ്മാവ് പെട്ടെന്ന് അവിടെ വന്നിട്ട് ആവിരാനന്ദം വളർത്തരുളി ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി അവരുടെ ദേഷ്യമൊക്കെ മാറത്തക്കവണ്ണം സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ രോഷമൊക്കെ അടക്കിയ പോതഹോ അവിടെ രോഷങ്ങളൊക്കെ ഈ ബ്രഹ്മാവ് ആനന്ദമൊക്കെ പറഞ്ഞനുസരിച്ച് അതൊക്കെ അങ്ങ് അടക്കിയിട്ട് ബന്ധുടൻ ശേഷിച്ച് നിന്നുള്ള പാദപജാലങ്ങൾ അപ്പോൾ എല്ലാം അടക്കി. എന്താ? അപ്പോൾ തീയൊക്കെ അങ്ങ് അണപ്പിച്ചു, അല്ലെങ്കിൽ മൊത്തവും പോവത്തില്ലയോ മരങ്ങൾ. അങ്ങനെ സന്തോഷത്തിൽ ബ്രഹ്മാവ് വന്ന് സന്തോഷിച്ച് ദേഷ്യങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് കുറേ നഷ്ടപ്പെട്ടു പോയി, മരങ്ങളൊക്കെ കുറേ വെന്തു, ബാക്കിയൊക്കെ അവശേഷിച്ചു. അങ്ങനെ അത്രയൊക്കെ ബാക്കി. എന്നിട്ടോ കണ്ടുവിൻ പോക്കേന്ന്, അത് നമുക്ക് ഭഗവാൻ ഇങ്ങനെ വരം കൊടുത്തല്ലോ ഒരു കണ്ടു മഹാമുനിയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ. അപ്പോൾ അവർ ഭൂമിയിലേക്ക് വന്നല്ലോ, സമുദ്രത്തിൽ നിന്നെല്ലാം കയറി വന്നു, കുറേ വൃക്ഷങ്ങളും ദഹിപ്പിച്ചു. അപ്പം ബ്രഹ്മാവ് ഇടപെട്ട് ബാക്കി വൃക്ഷങ്ങളെ അവിടെ നിർത്തി. എന്നിട്ട് എന്ത് വന്നു? കണ്ടുവിൻ പോക്കേന്ന് പ്രമളോചയിൽ ജനിച്ചന്ന് അവളാൽ കളയപ്പെട്ടുളവായ മാരിഷയാകിയ കന്യക തന്നെയും സാരസ സംഭവൻ തൻ നിയോഗത്തിനാൽ വേട്ടവൾ ചാഷുഷമായ മന്വന്തരെ വാട്ടമൊഴിഞ്ഞഴും സൃഷ്ടാവതാകിയ ദക്ഷനെയും ജനിപ്പിച്ചവൻ തന്നെ ശിശു ഉചിതോ ഉപനയനാദി സർവവും തൽക്രിയാമാർഗ ക്രമങ്ങളെ ചെയ്തുടൻ തൽഗൃഹസ്ഥാശ്രമം സാധിച്ചവർകളും. അപ്പോൾ ഭഗവാന്റെ ആ വരം കൊടുത്തല്ലോ ഈ കണ്ടു മഹാമുനിയുടെ കുട്ടിയെ, അത് പ്രമളോച എന്ന സ്ത്രീയിലുണ്ടായ കുട്ടി, അത് മാരിഷ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കന്യകയെ സാരസ സംഭവന, അതായത് ബ്രഹ്മാവിൻ്റെ നിയോഗത്തിനാൽ വേട്ടു, കല്യാണം കഴിച്ചു ഈ പ്രചേതാക്കൾ. അങ്ങനെ ചാഷുഷമായ മന്വന്തരെ വാട്ടമൊഴിഞ്ഞനും സൃഷ്ടാവതാകിയ ദക്ഷനെ. അപ്പോൾ ആരാ ഈ കീർത്തിയുള്ള ഒരു പുത്രനുണ്ടെന്ന് പറഞ്ഞത്? പ്രസിദ്ധനാകുന്നൊരു പുത്രൻ, ധന്യനായി ഏറ്റം അതായത് പ്രചേതകൾക്ക് കീർത്തിയും ധന്യനായി ഏറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികെന്ന് ആണ് ഇവിടെ വരം കൊടുത്തിരിക്കുന്ന ഭഗവാൻ. കണ്ടു മഹാമുനിയുടെ പുത്രയെ കൂടെ ഭരിച്ചോളാനും പറഞ്ഞു. അപ്പോൾ കീർത്തിയായൊരു പുത്രനെ കൂടെ ലഭിക്കാനുള്ള വരമാണ് പ്രചേതാക്കൾക്ക് ഭഗവാൻ അവിടെ അവതരിച്ച് പ്രത്യക്ഷമായിട്ട് അനുഗ്രഹം കൊടുത്തപ്പോൾ ഇവിടെ സംഭവിച്ചു. അതായത് ആര്യ മാരിഷയാകിയ കന്യക കണ്ടുവിൻ പോക്കേന്ന്, കണ്ടു മഹാമുനിയുടെ ഭാര്യയായ പ്രമളോചയിൽ ജനിച്ച് അന്ന് അവളാൽ കളയപ്പെട്ടുളവായ മാരിഷയാകിയ കന്യക തന്നെയും സാരസ സംഭവൻ തൻ നിയോഗത്തിനാൽ വേട്ടവൾ ചാഷുഷമായ മന്വന്തരെ വാട്ടമൊഴിഞ്ഞഴും സൃഷ്ടാവതാകിയ ദക്ഷനെയും ജനിപ്പിച്ചവൻ തന്നെ. അപ്പോൾ ആരാ മകൻ? ദക്ഷപ്രജാപതി, കീർത്തികേട്ട ദക്ഷപ്രജാപതിയല്ലേ. അപ്പോൾ ദക്ഷനെയും ജനിപ്പിച്ച് ഒരു മകൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഒരു മകൻ മതിയല്ലോ, ഒരു മകനാണ് ഭഗവാൻ ഇങ്ങനെ വരം കൊടുത്തത്.
ജനിപ്പിച്ചവൻ തന്നെ ശിക്ഷോ ഉചിതോ ഉപനയനാദി സർവവും തൽക്രിയാ മാർഗക്രമങ്ങളെ ചെയ്തുടൻ തൽ ഗൃഹസ്ഥാശ്രമം സാധിച്ചവர்களுം. അങ്ങനെ അവര് ഗൃഹസ്ഥാശ്രമം സാധിപ്പിച്ചു. അവിടെ മാരുഷയായ സ്ത്രീയും ഈ പ്രചേതാക്കളും ഒരു മകൻ ദക്ഷപ്രജാപതിയും ഇങ്ങനെ അവിടെ ഗൃഹസ്ഥാശ്രമം എല്ലാവരും നടത്തി. പിന്നെ പ്രജാസർഗത്തിങ്കൽ ദക്ഷനെ തന്നെ നിയോഗിച്ചു. തങ്ങൾ നിവർത്തരായി പോയി. അങ്ങനെ ഈ ഗൃഹസ്ഥാശ്രമികൾ പിന്നെ എന്ത് ചെയ്തു? ഈ ദക്ഷൻ പ്രജാസർഗത്തിൽ പ്രജകളെ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പ്രജാസർഗത്തിങ്കൽ അധ്യക്ഷനെ തന്നെ നിയോഗിച്ചു. നമുക്ക് പിതാക്കന്മാർ അല്പ പ്രായാമം എല്ലാം പിന്നെ ഈ ഗൃഹസ്ഥാശ്രമത്തിലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ടാണല്ലോ വീണ്ടും തപസ്സിന് പിതാക്കന്മാർ പോകുമല്ലോ. അങ്ങനെ ഇവിടെ ദക്ഷനെ എല്ലാം ഏൽപ്പിച്ചു. പ്രജാസർഗം അതായത് പ്രജകളെ സൃഷ്ടിക്കാനുള്ള എല്ലാം ഈ ദക്ഷനെ തന്നെ നിയോഗിച്ച്. എന്നിട്ട് തങ്ങൾ നിവർത്തരായി. അവർ വീണ്ടും നിവർത്തരായ വെച്ചാൽ ഇതിൽ നിന്നെല്ലാം മുക്തി നേടി. ആശ്രമങ്ങളെല്ലാം കളഞ്ഞിട്ട് പോയി പടിഞ്ഞാറേ സമുദ്രതീരം ബുക്ക് വായ്പഴും ബ്രഹ്മസത്രത്തെ ദീക്ഷിച്ചവൻ ബ്രഹ്മത്തെയും വിവേകിച്ചിരിക്കും വിധോ. അങ്ങനെ അവർ പടിഞ്ഞാറേ തീരത്ത് വീണ്ടും പോയി ബ്രഹ്മസത്രത്തേക്ക് ദീക്ഷിച്ച് ബ്രഹ്മത്തെയും വിവേകിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിധവും നിർമ്മലനാകിയ നാരദമാമുനി തൽ സഭാമധ്യം പ്രവേശിച്ചതാം മുനി. അങ്ങനെ നിർമ്മലനാകിയ നാരദമാമുനി അവിടെ ചെന്നു. ഇവരിങ്ങനെ വീണ്ടും അവിടെ പടിഞ്ഞാറെ സമുദ്രതീരത്ത് പോയി ബ്രഹ്മസത്രത്തേക്ക് ദീക്ഷിച്ചു. ബ്രഹ്മത്തെയൊക്കെ വിവേചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിർമ്മലനാകിയ നാരദമാമുനി തൽ സഭാമധ്യം അവിടെ മധ്യത്തിലേക്ക് ചെന്ന് നിന്നു പ്രവേശിച്ച്. അതാ മുനി സത്തമനെ കണ്ടു. അപ്പോൾ അവർ ഈ മുനിയെ കണ്ടു, അതായത് നാരദ മഹാമുനി അവർ കണ്ടു. വന്ദിച്ചു പൂജിച്ചു ഭക്തിയാ പരബ്രഹ്മതത്വം വിചാരിപ്പാൻ. അങ്ങനെ നാരദ മഹാമുനി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ വീണ്ടും കൊടുക്കുന്നു. ഭക്തിയ പരബ്രഹ്മതത്വം വിചാരിപ്പാൻ അതെല്ലാം കൊടുത്തിട്ട് അക്കാലമാഹന്ത നാരദ മാമുനി തത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയും അതിനാശ്രയകർത്ത ഭഗവൻ മാഹാത്മ്യ വിശേഷവും അർത്ഥപ്രകരണമാ കഥാസംഘം അർത്ഥസഹിതം. കാരണം നമ്മൾ നമ്മൾ നേരത്തെ വായിച്ചത് എന്തുവായിരുന്നു? പുരഞ്ജനോപാഖ്യാനം. ഇതിൽ നമുക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ. ഇവിടെ എന്താ പറയുന്നത്? ഇദ്ദേഹം നാരദ മഹാമുനി അർത്ഥപ്രകരണമാ കഥാസംഘമൊക്കെ അർത്ഥസഹിതമൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നാരദ മഹാമുനി എന്തൊക്കെയാണ് കൊടുത്തത്? അക്കാലം നാരദ മാമുനി തത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയും അതിനാശ്രയകർത്ത ഭഗവൻ മാഹാത്മ്യ വിശേഷവും അർത്ഥപ്രകരണമാ കഥാസംഘവും ആത്മജ്ഞാനാർത്ഥ തത്വോപദേശത്തെയും തീർത്ത് അരുൾ ചെയ്ത് ഉപദേശിച്ചരുളിനാൻ. നാരദ മഹാമുനി വേണ്ടതെല്ലാം ഈ പ്രജകൾക്ക് അവിടെ കൊടുത്തു ചെന്നു. അവർ ഗൃഹസ്ഥാശ്രമമൊക്കെ വെടിഞ്ഞ് ദക്ഷിണയെ അവിടെ ആക്കി പ്രജാസൃഷ്ടിക്ക് വേണ്ടുന്നതൊക്കെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഈ പിതാക്കന്മാർ അവിടേക്ക് പോയപ്പോൾ നാരദ മഹാമുനി അവിടെ ചെന്നു അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്തു ഉപദേശിച്ചരുളിനാൻ. വാസ്തവമേവം വിതുര മൈത്രേയ സംവാദ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പാരം ചുരുക്കമായൊട്ടൊട്ട് ചൊല്ലിയങ്ങാരൂഢമോദം അടങ്ങി കിളിപ്പൈതൽ. അവിടെ ഇങ്ങനെയുള്ള വാസ്തവം ഇത് ആരോടാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? വിതുര മൈത്രേയ സംവാദമായിരുന്നു നമ്മൾ വായിച്ചു തുടങ്ങിയത്. അതായത് അങ്ങനെയാണ് ഇവിടെ പൃഥു ചക്രവർത്തിയുടെ വേനൻ്റെ കഥ ഇങ്ങനെ ഇവിടം വരെ എത്തി. ഇതെല്ലാം വിതുര മൈത്രേയൻ വിതുരർക്ക് കൊടുക്കുന്ന സംവാദമായിരുന്നു, അവർ തങ്ങളുടെ സംവാദമായിരുന്നു. അതാണ് ഇവിടെ വാസ്തവം ഏവം വിതുര മൈത്രേയ സംവാദ പ്രവാദങ്ങളെ ഇത് ചതുർത്ഥ സ്കന്ധമാണ് ഇപ്പം വായിച്ചത്. ഇനി പഞ്ചമസ്കന്ധമാണ് ഇനി തുടങ്ങാനുള്ളത്. അപ്പം വാസ്തവമേവം വിതുര മൈത്രേയ സംവാദ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പാരം ചുരുക്കമായി ഒട്ടൊട്ട് ചൊല്ലിയങ്ങാരൂഢമോദം അടങ്ങി കിളിപ്പൈതൽ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ ചതുർത്ഥ സ്കന്ധ സമാപ്ത. നമുക്കിനി നാളെ നമുക്ക് പഞ്ചമസ്കന്ധം വായിക്കാൻ അറിയാമെണ്ണം വായിക്കാം. ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും തൃപ്തിയാകുന്നോ എന്താണെന്ന് എനിക്ക് കമൻസ് ചെയ്യണം. ആരും വിശേഷങ്ങളൊന്നും പറയുന്നില്ല. അമ്മേ നമസ്തേ ഹരേ കൃഷ്ണ ഇതൊക്കെ ഉള്ളു. ഇന്നലെ തന്നെ ഒരു മകള് അർത്ഥമൊന്നും പറയാതിരുന്നപ്പോൾ അമ്മേ അത്
നിർത്തി 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 വായിച്ചുകൊണ്ട് കുറേ മനസ്സിലായെന്ന്. അതുപോലെ മനസ്സിലാകുന്നെങ്കിൽ അങ്ങനെ, മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ. ഇന്ന് തന്നെ ഒരു മകള് ഗുരുവായൂർ പോകുന്ന അമ്മയുടെ കാര്യം പറയും, എല്ലാ മക്കളുടെ കാര്യവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഇന്ന് രാവിലെയാണോ വിളിച്ചത്, ഇന്നലെയാണോ വിളിച്ചത്, വിളിക്കൊന്നും ഓർമ്മ വരുന്നില്ല എനിക്ക്. അന്നന്ന് ഏത് ദിവസം അറിയാൻ മക്കൾ, ഇന്നലെയോ ഇന്നോ രാവിലെ വിളിച്ചത്, അല്ല ഇന്നലെയാ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.